ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ മിക്ക ഇടവകകളിലും നമ്മുടെ യുവജനങ്ങൾ പുൽക്കൂടിൻ്റെ പണി ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. പതുക്കെ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ പുൽക്കൂടിൻ്റെ പണി ആരംഭിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ ബർത്തിൻ്റെ പൊക്കത്ത് കയറ്റി വെച്ചിരിക്കുന്ന ഉണ്ണീശോയെയും മാതാവിനെയും യൗസേ പിതാവിനെയും ആട്ടിടയന്മാരെയൊക്കെ മെല്ലെ പൊടി തട്ടിയെടുക്കാൻ തുടങ്ങും. ചില രൂപങ്ങളുടെയൊക്കെ പെയിൻറ്റ് പോയിട്ടുണ്ടാവും, അതൊക്കെ കളർ ചെയ്ത് പുതിയതുപോലെയാക്കി നമ്മൾ നമ്മുടെ പുൽക്കൂടിൽ വെക്കും. ഇതൊക്കെ തന്നെയല്ലേ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത്? ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ഈ വർഷവും ചെയ്യാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മൾ അടുത്ത വർഷവും ചെയ്യുക. ഈ ക്രിസ്മസിന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. കഴിഞ്ഞ വർഷം ക്രിസ്മസിനുണ്ടായിരുന്ന ഞാൻ തന്നെയാണോ ഈ ക്രിസ്മസിനുള്ളത്? ഈ ക്രിസ്മസിനുള്ള ഞാൻ തന്നെയാണോ അടുത്ത കൊല്ലം ക്രിസ്മസിനുണ്ടാവുക? കാരണം കഴിഞ്ഞ വർഷം എന്നിലുണ്ടായിരുന്ന എന്തൊക്കെ നല്ല പുണ്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ട്, കൈമോശം വരുത്തിയിട്ടുണ്ട്. എന്നിലുണ്ടായിരുന്ന ഏതൊക്കെ നന്മകൾ കൈമോശം വരുത്തി കളഞ്ഞിട്ടുണ്ട്. പുതിയ ദുശീലങ്ങൾ ഏതൊക്കെ എൻ്റെ ജീവിതത്തിൽ കയറിക്കൂടിയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം പൊടി തട്ടി വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ കയറിക്കൂടിയിട്ടുള്ള കറകളെല്ലാം വൃത്തിയാക്കാനായിട്ട് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ആകയാൽ ഈ ക്രിസ്മസിന് നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്ന നല്ല ഗുണങ്ങൾ തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കയറിപ്പറ്റിയിരിക്കുന്ന ദുശീലങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്മസിന് അർത്ഥമുണ്ട്, അഴകുണ്ട്, മികവുണ്ട്.